അത് പറ്റില്ല. എനിക്കിപ്പോ തന്നെ കഴിക്കണം. അം, ഇ- ഇപ്പോഴോ? അതെന്നെ. എന്താന്നറിയില്ല, എനിക്ക് നല്ല ചൂട് തട്ടുദോശയും രസവടയൊക്കെ കഴിക്കാൻ തോന്നുക. അമൃതേടത്തി, ശ്യാമയുടെ ആഗ്രഹം കേട്ടോ. തട്ടുകടയിലെ ചൂട് തട്ട് ദോശ രസവടയും കഴിക്കണമെന്ന്. അതങ്ങനെയാ. വയറ്റില് കുഞ്ഞുള്ളപ്പോ ഇങ്ങനെ പല ആഗ്രഹവും തോന്നും. അതൊക്കെ സ്വാഭാവികമല്ലേ? ഇപ്പൊ സിറ്റിയില് തട്ടുകടകളൊന്നും അടച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ രണ്ടാളും കാറും എടുത്ത് പോയിട്ടോ. ശ്യാമയുടെ ആഗ്രഹം നടക്കുമല്ലോ. ഞാനേ മൂത്ത കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ പെട്ടെന്ന് എനിക്ക് നല്ല പുളിയുള്ള മാങ്ങ കഴിക്കണമെന്ന് വല്ലാത്ത കൊതി തോന്നിയിരുന്നു. അന്ന് മാങ്ങയുടെ സീസണേ അല്ലായിരുന്നു. ആദ്യമായിട്ട് മാങ്ങയ്ക്ക് വേണ്ടി കുറെ ഓടി. പിന്നെ എനിക്ക് മാങ്ങ കൊണ്ട് തന്നു. ഈ സമയത്ത് അത് വല്ലാത്തൊരു ഫീലിംഗ്. നമ്മൾ ആഗ്രഹിച്ചത് കഴിച്ചാലേ ആ കൊതി തീരൂ. ഇനി രണ്ടാളും സംസാരിച്ച് നിൽക്കണ്ട, വേഗം ചെല്ല്, അല്ലെങ്കിൽ കട അടയ്ക്കും. ശരി മോളെ, മോളെ കാണാൻ അങ്കിൾ ഇപ്പൊ തന്നെ വരും, ഉറപ്പായിട്ടും വരും. മോളെ, അങ്കിള് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള താമസം അത്രേ ഉള്ളൂ. അങ്കിള് ഉടനെ എത്താം. ഗർഭിണി ആഗ്രഹിക്കുന്നത് ഐഡിയ കൊള്ളാലോ. നോക്കാം, അരുണിനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കണം. അരുൺ, നമ്മള് ഇതെന്തൊരു മനപ്പുറത്തോ. ഞാൻ മനസ്സിലൊന്ന് വിചാരിച്ചു, അരുൺ അപ്പ തന്നെ ആ ആഗ്രഹം സാധിച്ചു തരാൻ റെഡിയായി വന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. ഷോ, ഇതെന്തൊരു കൊതിയാ. ഇങ്ങനെ ഇതിനു മുമ്പ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഓർക്കുമ്പോ തന്നെ നാവില് രുചി വരിക. അരുണ്, എനിക്കൊരു മസാല ദോശ കഴിക്കാൻ കൊതി തോന്നുക. മസാല ദോശയോ? അതേനെ, എങ്ങനെയെങ്കിലും കഴിച്ചേ പറ്റൂ. അരുണെ, നമുക്ക് പോവാം. എവിടെ പോവാൻ? മസാല ദോശ എവിടെ കിട്ടുമോ അവിടേക്ക്. ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. ഇനി ഒരിടത്ത് മസാല ദോശ ഒന്നും കിട്ടില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? എനിക്ക് മസാല ദോശ ഇപ്പൊ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അത് നാളെ ആവട്ടെ. അത് പറ്റില്ല. വാ, മസാല ദോശ കഴിക്കണമെന്ന് പറഞ്ഞാ എനിക്ക് കഴിക്കണം. അതും ഇപ്പൊ തന്നെ വേണം. ഗർഭിണിയായ സ്വന്തം ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞാ അത് ഭർത്താവല്ലാതെ ആരെ സാധിച്ചു തരുക? അരുൺ, വാ, നമുക്ക് പോവാം. ഇപ്പൊ എനിക്ക് പറ്റില്ല. അരുൺ, ഇതൊരു ഗർഭിണിയുടെ ആഗ്രഹ, പറ്റില്ലെന്ന് പറയരുത്. ഐശ്വര്യം, അതാ ഞാൻ പറഞ്ഞത്, നാളെ ആവട്ടെ. അരുണേ, അതല്ലല്ലോടാ അതിന്റെ രീതി. നിനക്കിപ്പോ ഐശ്വര്യയുടെ ആഗ്രഹം നടത്തി കൊടുത്താൽ എന്താ? ആ, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കമ്മേ. അല്ല, നീ എവിടേക്കോ പോകാൻ ഒരുങ്ങി ഇറങ്ങിയതുപോലെ ഉണ്ടല്ലോ. എവിടേക്കാ? ചെല്ല്, ഐശ്വര്യം കുട്ടി ചെല്ല്. അവക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ മേടിച്ചു കൊടുക്ക്. അരുണേ, ഈ അവസ്ഥയിൽ അങ്ങനെ ഒരാഗ്രഹം തോന്നിയ അത് അപ്പ് നടക്കണം. മസാല ദോശയല്ലേ, അത്ര വൈകിട്ടൊന്നുമില്ല. ഐശ്വര്യ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്ക്. രണ്ടാണ് ചെല്ല്. പിന്നെ അമൃതേടത്തി, എനിക്ക് മസാല ദോശ മാത്രമല്ല, നല്ല പുളിയുള്ള മാങ്ങ കഴിക്കാനും തോന്നുക. അതിന് ഇപ്പൊ ഈ രാത്രി ഇവിടെ മാങ്ങ കിട്ടാനാ? അതൊന്നും എനിക്ക് അറിയില്ല. നല്ല പുളിയുള്ള മാങ്ങ, ഉപ്പും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ കൂട്ടി കഴിക്കണം. എന്ത് രസമായിരിക്കും. എടാ, ഈ അവസ്ഥയിൽ ഓരോ ആഗ്രഹമല്ലേ. നീ വരുമ്പോ പച്ചമാങ്ങ കൂടി വാങ്ങിച്ചു. അതിനമ്മേ, ഇന്ന് ഈ രാത്രി ഇനി വെജിറ്റബിൾ ഷോപ്പൊന്നും തുറക്കില്ല. എനിക്ക് തുറപ്പിക്കണം. ഒരു ഭർത്താവായ സ്നേഹം വേണം.
എന്നാൽ ഏത് പാതിരാത്രിയും എവിടെ നിന്നാണെങ്കിലും മാങ്ങ മേടിച്ചു തരും. അരുൺ, ആലോചിച്ച് സമയം കളയണ്ട. വാ വാ, നമുക്ക് പോവാം. ആദ്യം മസാല ദോശ, പിന്നെ മാങ്ങ. ഓക്കെ? ശ്രീകുട്ടി മോളോട് കാണാന്ന് വാക്ക് കൊടുത്തതാ, ആകെ പെട്ടുപോയല്ലോ. ആലോചിച്ച് സമയം കളയാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ നേരം വൈകി. വേഗം ഐശ്വര്യം കൂട്ടി ചെല്ല്. ചെല്ലടാ. ശരിയമ്മേ. വാ പോവാം. വാ വാ അരുൺ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും ഐശ്വര്യയുടെ വല്ലാത്ത സ്വഭാവം ഒന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. മാറുമേ, ഒരു കുഞ്ഞാവുമ്പോ എല്ലാം മാറും. അല്ലാതെ എന്താവാന. ദോശയല്ലേ? ആ, ചമ്മന്തി ഒഴിക്കാമല്ലോ. ആ, വേണ്ട, രസവട മതി. ആ മുളക് കറി എടുക്കാമല്ലോ. ആ, ദാ, കഴിക്ക്. സാറ് കഴിക്കുന്നില്ലേ? ആ, എനിക്കല്ലല്ലോ തട്ടുദോശ രസവടം കഴിക്കാൻ കൊതി. കഴിച്ചു കഴിച്ചു. വാ, നമുക്കേ അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ വേണ്ടേ? ഒരു മസാല ദോശ. മസാല ദോശയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മസാല ദോശ ഇല്ലാത്ത തട്ടുകടയോ? മാഡം, പ്ലെയിൻ ദോശ തരാം. ഞാൻ മസാല ദോശയല്ലേ ചോദിച്ചത്? അത് ഇവിടെ ഇല്ല മാഡം. എനിക്ക് മസാല ദോശയാണ് വേണ്ടത്. ഐശ്വര്യ, ദേ ഇവിടെ മസാല ദോശ ഇല്ലെന്നല്ലേ പറഞ്ഞത്. വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. വന്നേ. ഇനി എവിടെ മസാല ദോശ കിട്ടില്ല മാഡം. അത് ഇയാളാണോ തീരുമാനിക്കുന്നത്? ദേ, ഐശ്വര്യ മിണ്ടാതിരിക്കാൻ, ഇത് വീടല്ല. ഇയാള് വലിയ ഡയലോഗ് അടിച്ചല്ലോ. ഇന്ന് ഇവ മസാല ദോശ ഉണ്ടാക്കിയിട്ട് മതി. ഐശ്വര്യ, നീ വന്നേ, നമുക്ക് പോവാം. അരുൺ, മിണ്ടാതിരിക്കെ. ഇവരെ കൊണ്ട് ഞാനിന്ന് മസാല ദോശ ഉണ്ടാക്കിക്കും. ഐശ്വര്യ, ഡോ, മസാല ദോശ ഉണ്ടാക്കണോ? ഐശ്വര്യ, ഇല്ലെങ്കിലോ? ഐശ്വര്യ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ നാളെ ഈ കട ഇവിടെ കാണില്ല. ഐശ്വര്യ, നിങ്ങൾ എന്തോ ചെയ്യും? നാളെ കോർപ്പറേഷൻകാരെ കൊണ്ടേ ഈ കട ഞാൻ പൊളിച്ചെറിയിക്കും. എന്നാ അതൊന്ന് കാണണമല്ലോ. ചേട്ടാ സോറി ചേട്ടാ, വെറുതെ പറഞ്ഞതാ. ചേട്ടൻ അത് കാര്യമാക്കണ്ട. ഇവനെ പോലുള്ളവരോട് എന്തിനാ സോറി പറയുന്നവരും? ഇവന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർക്കും. ഐശ്വര്യ, എന്നാ അഹങ്കാരം തീർക്ക്. എന്റെ അഹങ്കാരം തീർക്ക്. അത് ഐശ്വര്യ എടുത്തില്ലേ? എന്താ പ്രശ്നം? ചേട്ടാ സോറി, ഇവൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം. സോറി. സാർ ഒരു പാവമാ. ഈ പെണ്ണുമ്പിള എന്റെ അഹങ്കാരം തീർക്കുമെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് കാണട്ടെ. ആരാടോ തന്റെ പെണ്ണുപിള്ള? എന്താ കണ്ടില്ലേ, ഒരു പാവം പിടിച്ച ഭർത്താവ്. അതാ ഇവർ ഇത്രയും അഹങ്കരിക്കുന്നത്. ഈ സംഭവത്തൊക്കെ എങ്ങനെ സഹിക്കുന്നണ്ണ? അതെ, നമ്മളോലെ ആയിരിക്കണം. വേണ്ടമ്പിള്ള ഇങ്ങനെ ഒരു വാക്ക് പറയില്ല. അടിച്ച് മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയാണ്. ഒരു പെങ്കോന്തം ഭർത്താവ്. എന്താടോ അത്? അരുൺ, നിക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. തട്ടുദോശയെങ്കിൽ തട്ടുദോശ എടുക്കടോ. കട പൊളിക്കൂന്നല്ലേ പറഞ്ഞേ, അത് കഴിയട്ടെ. ബാലൻസ് വേണ്ട, ഇതെടുത്തോ. തട്ടുദോശ എടുക്ക. ഐശ്വര്യ, എന്താ ഇത്? ഓ, എന്തൊരു സ്ത്രീ ഇത്. ദോശ കൊടുക്ക്. താൻ കച്ചവടത്തിന് ഇരിക്കുകയല്ലേ.
ഐശ്വര്യ നീ എന്താന്ന് വെച്ചാൽ വാങ്ങി കഴിക്കേ. അരുൺ ഛേ. അരുണേണ്ണാകെ നാണം കെട്ട് പോയിരിക്കുക. നമ്മളിത് കണ്ടതായിട്ട് ഏട്ടൻ അറിയണ്ട. അതാ നല്ലത്. പാവം നമ്മൾ കണ്ടെന്നറിഞ്ഞാൽ കൂടുതൽ വിഷമാവും. അല്ല, അരുൺ ഇവിടെ പേടിച്ചു വന്ന് നിൽക്കാണോ? അരുൺ ആ കടക്കാരനെ രണ്ട് പൊട്ടിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പൊട്ടിക്കേണ്ടത് ആ കടക്കാരനിട്ടല്ല, ഒന്ന് വീട്ടിലെത്തിക്കോട്ടെ. മനസ്സിലായി, എന്നെ തല്ലൂന്ന്. നിന്നെയൊക്കെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടേ. കൊല്ലു എന്നാ എന്നെ കൊല്ലു. ഇപ്പൊ എന്നെ കൊന്നാലേ ചാവുന്നത് ഞാൻ മാത്രമായിരിക്കില്ല, അരുണിന്റെ കുഞ്ഞുകൂടിയാ. അത് മറക്കണ്ട. ആ, അതൊക്കെ പോട്ടെ. ദാ ദോശ കഴിക്കും. എനിക്കെന്തിനാ ദോശ? മസാല ദോശ കഴിക്കാനുള്ള മോഹം ഞാൻ തൽക്കാലം മാറ്റിവെച്ചു. ഈ സാദാ ദോശ മതി. ഇത് അരുൺ എനിക്ക് എടുത്തു തരണം. വേണമെങ്കിലേ തനി അങ്ങോട്ട് കഴിച്ചാൽ മതി. അത് പറ്റില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ എനിക്ക് എടുത്തു തരണം. അതെന്റെ ആഗ്രഹം. ദേ ഐശ്വര്യ, നീ വേണമെങ്കിൽ കഴിച്ചിട്ട് വേഗം കാറി കയറി, എനിക്ക് പോണം. പോകാം, ആദ്യം എനിക്കിത് എടുത്തു തന്നെ. അരുൺ, പ്രഗ്നൻസി പീരീഡില് ഇങ്ങനത്തെ മോഹങ്ങളൊക്കെ തോന്നും. ഭർത്താവ് അത് സാധിച്ചു തരേണ്ടത്. അരുൺ, ദാ, ദോശ എടുത്ത്. ഇനി ദോശ തന്നെ. തന്നെ അരുൺ. ദാ. ഇനിയും താ. തീർന്നില്ല അരുൺ. ഞാനല്ലല്ലോ ഇപ്പൊ മനസ്സില്, അശ്വതി മോളും അല്ലേ. ഇനി ഒരുപാട് അനുഭവിക്കും. എന്റെ പ്രതികാരം ഇനി ഇങ്ങനെയാ. ശ്രീകുട്ടിമോള് വീണ്ടും വിളിക്കുക. എന്തോ അത്യാവശ്യമുണ്ട്, അതാവും. ഇവിടുന്ന് ഞാൻ എങ്ങനെയാന്ന് മോളുടെ അടുത്തേക്ക് എത്തുക? കഴിച്ചു കഴിഞ്ഞാലോ? നമുക്കിനി പോവാം. ദോശ മതി. ഇനി ഞാൻ പറഞ്ഞ പോലെയുള്ള പുളിയുള്ള മാങ്ങ. ഈ രാത്രിയിലോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പച്ചമാങ്ങ കിട്ടണം. പച്ചമാങ്ങ? മോളെ, അങ്കിൾ ഇപ്പം അങ്ങോട്ട് വരാം. കുറച്ച് തിരക്കിലായിപ്പോയി. വരാം മോളെ,
അങ്കിൾ ഉറപ്പായിട്ട് വരാം. ശ്യാമേ വാ, അങ്ങോട്ട് പോയി സംസാരിക്കാം. ആ എന്താ അരുണേട്ടാ, ശ്രീകുട്ടിയാണോ വിളിച്ചേ? ആ അതെ, ശ്രീകുട്ടി മോളെ വിളിച്ചേ. അല്ല, നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, ശ്രീകുട്ടി എന്തിനാ വിളിക്കുന്നേ? എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. പലതവണ എന്നെ വിളിച്ചു. ഐശ്വര്യം ഒപ്പമുള്ള കാരണം എനിക്കങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അയ്യോ, മോളങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. പക്ഷേ ഐശ്വര്യയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെയാ മോളുടെ അടുത്തെത്തുക? ശ്ശോ, ഒരു വഴിയുണ്ട്. എന്ത് വഴി? അരനട്ടം വാ, മാർഗം നമുക്കുണ്ടാക്കാം. ഏടത്തി. ആഹാ ആകി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇപ്പൊ വന്നേ ഉള്ളൂ. ശ്യാമേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്താകി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പെട്രോള് തീർന്നായിരിക്കും. ആ, അതാ പെട്രോൾ തീർന്നതാ. എന്താകി, ഒരു കാറിൽ പെട്രോൾ അടിക്കാൻ പോലും നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? അത് അടിക്കാൻ മറന്നതായിട്ടേ. അരുണേട്ടാ, പ്ലീസ് ഒരു 5 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചിട്ട് വരൂ. ആ, ഞാൻ പോയി വാങ്ങാം. ശ്യാമേ, ഇതൊന്ന് പിടിച്ചേ. എന്നാ ഞാനും വരാം. അയ്യോ, ഐശ്വര്യടുത്തേ, നമുക്കിവിടെ സംസാരിച്ച് നിക്കാം. അരുണേട്ടൻ പോയിട്ട് വരട്ടെ. എന്ത് സംസാരിക്കാൻ? ഞാനും അരൻ്റെ കൂടെ പോവാ. അല്ല, എടുത്തി ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ? ചിലപ്പോ പെട്രോളിന്റെ മണം പിടിക്കില്ല, ചിലപ്പോ വോമിറ്റ് ചെയ്യും. അത് ശരിയാ. ഐശ്വര്യടുത്ത് ഇവിടെ നിൽക്ക്. അരുണേട്ടാ, പെട്ടെന്ന് ഒന്ന് വാങ്ങിട്ട് വാ. ഞാൻ പെട്ടെന്ന് പോയിട്ട് ചെല്ലേട്ടാ, ചെല്ല. അരുൺ എന്നാണല്ലോ വിളിക്കുന്നത്. ചൂടുണ്ട്, ദൈവമേ, പനിയുണ്ടല്ലോ. അയ്യോ, അരുണാണല്ലോ. മോളെ കിടന്നോ? അരുണങ്കിൾ എത്തിയോ? അങ്കിള് വീട്ടിന് പുറത്തുണ്ട് മോളെ. മോൾ ഉറങ്ങിയില്ലേ? അങ്കിളുടെ ഫോൺ ശ്രദ്ധിച്ച് കിടക്കായിരുന്നു. മോള് പുറത്തേക്ക് വാ, അങ്കിൾ ഇവിടെ പുറത്തുണ്ട്. ആ, ദാ വരിക. മോളെ രാത്രിയാ, ഇങ്ങോട്ടാ. രാത്രിയായാലും എന്താ, അരുണങ്കിളല്ലേ, എന്നെ കാണാൻ വന്നതല്ലേ, ഞാൻ കാണും. മോളെ, അമ്മ അറിഞ്ഞ എന്തൊക്കെയാവോ പ്രശ്നങ്ങള്. ഈശ്വര കാത്തോണേ. അങ്കിൾ, മോളെ, അങ്കിളെ, ശ്രീകുട്ടി, മോളെ, ശ്രീകുട്ടി, മോളെ, എന്താ മോളെ നെറ്റിൽ നല്ല ചൂട്? അഭി, മോൾക്ക് പനിയുണ്ടോ? നല്ല തലവേദനയുണ്ട്. പനിയുണ്ടോന്നറിയില്ല. എന്നാ നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത്
ഞാനും ഇപ്പോഴേ ശ്രദ്ധിച്ചത്. ഇത് വേറൊന്നുമല്ല, അരുണങ്കിളിനെ കാണാത്തോണ്ടുള്ള വിഷമോ. അത് മനഃപൂർവ്വമല്ല, ഇടയ്ക്ക് ചില പ്രോബ്ലങ്ങൾ. അല്ല വേണ്ട, അതൊക്കെ പിന്നെ പറയാം. അഭി, എന്നാ നമുക്ക് വേഗം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇപ്പൊ വേണ്ട, അരുണിനെ കണ്ടല്ലോ, ഇനിയിപ്പോ താനെ മാറിക്കോളൂ.